തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സംഭവമായിട്ട് കൂടി മാറുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇത് കാരണം ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ തികച്ചും വിചിത്രമായ ഒരു രാജ്യമായി മാറുകയാണ് തായ്വാൻ. നിരന്തരമായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് തായ്വാൻ. തായ്വാൻ മാധ്യമങ്ങളും എല്ലായ്പ്പോഴും ഇന്ത്യൻ അനുകൂല വാർത്തകൾ പ്രത്യേകമായി കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം ശത്രുവിന്റെ ശത്രു എന്ന നിലയ്ക്ക് ഇന്ത്യയെ മിത്രമായി കാണാൻ തായ്വാനെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം തായ്വാൻ പുലർത്തി വരുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിച്ച D4 ആന്റി ഡ്രോൺ സംവിധാനം വാങ്ങാൻ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തായ്വാൻ. DRDO വികസിപ്പിച്ചെടുത്ത D4 പ്രതിരോധ സംവിധാനം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. കാരണം ഈ D4 ആന്റി ഡ്രോൺ സംവിധാനം ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അയച്ച 1000ഓളം ഡ്രോണുകളെ ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. ഡ്രോണുകളെ ചെറുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ കൈവശമുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങളാണെന്ന വിലയിരുത്തൽ ഇപ്പോൾ പൊതുവെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റഷ്യയുടെ അടുത്തു നിന്നാണ് നമ്മൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളത്. റഷ്യയുടെ S-400 ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയുമാണ്. പക്ഷെ എന്നിട്ടും റഷ്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ തടുക്കാൻ റഷ്യക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന്റെ കാരണം S-400 സാധാരണ ചെറിയ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും വലിയ ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ബോംബർ വിമാനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ത്രെട്ടുകൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞപക്ഷം ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളോ ഒക്കെ വരികയാണെങ്കിലും ഈ മിസൈൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. കാരണം ചെറിയ ഡ്രോണുകൾ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുമ്പോൾ S-400 ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പ്രായോഗികമായി സാധ്യമല്ല. കാരണം വളരെ ലിമിറ്റഡ് ആണ് ഓരോ ബാറ്ററിയിലുമുള്ള മിസൈലുകൾ എന്ന് പറയുന്നത്. ഡ്രോണുകൾ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡ്രോണുകൾ വരെ ഇപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ S-400 ഉപയോഗിച്ച് ഡ്രോണുകളെ തടുക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന വലിയ ആക്രമണങ്ങൾ തടുക്കാൻ കയ്യിലൊന്നും ഉണ്ടാവില്ല. S-400 വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയ എയർക്രാഫ്റ്റുകളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള വലിയ മിസൈലുകളുടെ ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ലതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, റഷ്യയില് വലിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഉക്രൈൻ വിജയിക്കുന്നില്ല. ഉക്രൈൻ നടത്തുന്ന പരമാവധി മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യക്ക് കഴിയുന്നുണ്ട്. കാരണം അവരുടെ കൈവശം അത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് S-400 മികച്ചവയാണ് ഈ കാര്യത്തിൽ. എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ വിജയിക്കുന്നുമുണ്ട്. അതിന്റെ കാരണം റഷ്യയുടെ കൈവശം ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളുടെ കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ വളരെ ലിമിറ്റഡ് ആണ്. മാത്രമല്ല അവയുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട്, എത്രത്തോളം മികച്ചതാണ് എന്ന്. കാരണം വലിയ ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ എല്ലാം ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യ തന്ത്രപരമായ ആയുധങ്ങൾ വിന്യസിച്ചത് കൊണ്ടാണ്. വലിയ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, അതുപോലെ S-400 ഉൾപ്പെടെ, അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഇന്ത്യ ബുദ്ധിപരമായിട്ടാണ് വിനിയോഗിച്ചത്. അതേസമയത്ത് ഡ്രോൺ ഉപയോഗിച്ച് വന്ന ആക്രമണങ്ങൾ നേരിടാനായിട്ട് ഇന്ത്യ D4 ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ പോലെയുള്ള നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സംവിധാനങ്ങൾ ഉപയോഗിച്ചു. അതിൽ ആകാശ് മിസൈലുകളും എടുത്തു പറയണം കേട്ടോ, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പക്ഷേ ഈ D4 ആന്റി ഡ്രോൺ സംവിധാനം എന്ന് പറയുന്നത് ഡ്രോണുകളെ ജാം ചെയ്യാനും അല്ലെങ്കിൽ തകർക്കാനും അവയെ നിർവീര്യമാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. പല രൂപത്തിൽ ഡ്രോണുകളെ തകർക്കാനായിട്ട് ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തായ്വാൻ ഇത് ആവശ്യപ്പെട്ട് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വിക്ഷേപിച്ച ബഹുഭൂരിപക്ഷം ഡ്രോണുകളും തുർക്കി നിർമ്മിത ഡ്രോണുകളാണ്. കുറെയൊക്കെ പാകിസ്ഥാൻ നിർമ്മിച്ച ഡ്രോണുകളാണ്. പിന്നെ കുറെയൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയതും കുറെ ചൈന കൊടുത്തതുമാണ്. ഇവയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിഷ്പ്രഭമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ D4 ആന്റി ഡ്രോൺ സംവിധാനം വളരെയധികം എഫിഷ്യന്റ് ആണ്, മികച്ചതാണെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. ഇന്ത്യയുടെ കരുത്തുറ്റതും സംയോജിതവുമായ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് ചൈനയിൽ നിന്ന് വലിയ ഭീഷണി നേരിടുന്ന തായ്വാൻ ഇപ്പോൾ ഇത് നൽകുമോ എന്ന് ഇന്ത്യയോട് ചോദിച്ചിരിക്കുന്നത്.
തായ്വാൻ മാത്രമല്ല, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ D4 ആന്റി ഡ്രോൺ സംവിധാനത്തിൽ കണ്ണുവെച്ചിട്ടുണ്ട്. D4 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഡിറ്റക്ട് ഡീറ്റർ ഡിസ്ട്രോയ് സിസ്റ്റം എന്നാണ്. ഡ്രോണുകളെ കണ്ടെത്തുക, തടയുക, തകർക്കുക, ആ പ്രവൃത്തിയാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും മികച്ച ആയുധങ്ങളിലൊന്ന്, DRDOയുടെ അഭിമാനം, ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. പൂർണ്ണമായിട്ടും ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റമാണിത്. 360 ഡിഗ്രി കവറേജ് കിട്ടുന്ന, ലോകത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഡ്രോണുകളെ തകർക്കാൻ കഴിയുന്ന, പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത 360 ഡിഗ്രി കവറേജിൽ വരുന്ന ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും, അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു സിസ്റ്റത്തിന് പല രീതിയിൽ ഇതിന്റെ പരിധിയിൽ വരുന്ന ത്രെട്ടുകളെ ഡീൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റത്തെ തെറ്റിക്കാനായിട്ട് സാധിക്കും, ഇതിനെ ജാം ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ഡ്രോണിന്റെ കമ്മ്യൂണിക്കേഷൻസിനെ പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട് സാധിക്കും, GPS സ്പൂഫിംഗ് നടത്താനായിട്ട് സാധിക്കും, സോഫ്റ്റ് കില്ല് ചെയ്യാനായിട്ട് സാധിക്കും, ഹാർഡ് കില്ല് ചെയ്യാനായിട്ട് സാധിക്കും, പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്ത് തകർത്തെറിയാൻ സാധിക്കും, ലേസർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് തകർത്തെറിയാൻ സാധിക്കും. എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ആക്രമണം നടത്താൻ ശേഷിയുള്ള പല ആയുധങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് ഈ D4 സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഡ്രോണുകളെ വേണമെങ്കിൽ ജാം ചെയ്യാൻ പറ്റും, ദിശ തെറ്റിച്ച് വിടാൻ പറ്റും, അവയുടെ നാവിഗേഷൻ സിസ്റ്റം തകർക്കാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ തകർക്കാൻ പറ്റും, ഭാഗികമായി തകർക്കാൻ പറ്റും, പൂർണ്ണമായി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും, ലേസർ ഉപയോഗിച്ച് ആക്രമിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെല്ലാം രീതിയിൽ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ലോകരാജ്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ കണ്ണുവച്ചിരിക്കുന്നത്. തായ്വാൻ പോലും ഇന്ത്യയോടത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ചൈനയുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്, പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. കാരണം ഇന്ത്യയുടെ D4 സിസ്റ്റം, ആന്റി ഡ്രോൺ സിസ്റ്റം, ഇത് റഷ്യയുടെ കയ്യിലില്ലാത്തതാണ്. നമുക്കറിയാവുന്ന വേറെ ഒരു രാജ്യത്തിന്റെ കയ്യിലും ഇത്രയും എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മളിപ്പോ ഇസ്രയേലിന്റെ അയൺ ഡോം സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരുടെ രാജ്യത്തേക്ക് വരുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും ഒക്കെ തകർക്കുന്നതിൽ മികച്ചതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ ഡ്രോണുകളെ കൊല്ലുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് തന്നെ പറയാവുന്ന ഒരു ആയുധമാണ് ഇന്ത്യയുടെ D4 ആന്റി ഡ്രോൺ സിസ്റ്റം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.